ഹായ് ഫ്രണ്ട്സ്, ഞാൻ കമാൽ ചളാരി. എല്ലാവർക്കും വില്ലേജ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇത് കണ്ടോ, നീണ്ട് നിരന്ന് വലിയൊരു സബന്ന ഉണ്ട്. ഇത് നമ്മുടെ ഹമൂർ ഗ്രൂപ്പറെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ, നമ്മുടെ മുരുമീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒക്കെ നാടൻ ചൂണ്ടൻ്റെ വെറൈറ്റി, നമ്മൾ അറിയുന്ന അറിയാത്തതായിട്ട് വലിയൊരു ടീം തന്നെ ഉണ്ട്. 5-6 ദിവസമായിട്ട് ഇവിടെ നല്ല രീതിയിൽ മീൻ കിട്ടുന്നുണ്ട്. ഒക്കെ പറ്റ ചെറുതൊന്നുമല്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ നമ്മളും ചൂണ്ട ഇടുന്നുണ്ട്, ഭാഗ്യം ഉണ്ടെങ്കിലും വല്ലതും കിട്ടും. ഇവിടെ ആർക്ക് മീൻ കിട്ടിയേക്കാണെങ്കിലും നമ്മൾ വീഡിയോ ആക്കുമെന്ന് പറഞ്ഞല്ലേ. ഇത് നോക്കിയ ആൾക്കാരുണ്ടോ, ഇതെവിടുന്ന് ഈ തല ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോയി ആ എൻ്റെ വരെ ഉണ്ട് കേട്ടോ ആൾക്കാർ. അപ്പോൾ ഏതായാലും ചങ്ങായിമാരാ, ഇതിൻ്റെ നാടൻ ചൂണ്ടയിൽ നമുക്ക് എങ്ങനെയാണ് മുരുമയും പിടിക്കാമെന്നൊന്ന് നോക്കാമല്ലേ. നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇതുണ്ടോ, 130, 120ൻ്റെ മുകളിലോട്ടുള്ള ഗഡ്സാണ്. 200ൻ്റെ ഗഡ്സ് വരെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. ഇത് പിന്നെന്താണെന്ന് വെച്ചാൽ അമ്പിട്ട് വലിക്കേണ്ടി വരും, ഇത് ഒരു രക്ഷ ഉണ്ടാവില്ല ഇത് പൊട്ടിക്കിട്ടാൻ. അതുകൊണ്ട് 120 ഞാൻ നേരത്തെ യൂസ് ചെയ്ത്. പിന്നെ എത്ര ഹെവിയാണ് ഇവിടുന്ന് കയറുക എന്നുള്ളതിന് യാതൊരു അഡ്രസ്സും ഇല്ലാത്തതാണ്. 16, 18, 20 ഇവിടുന്ന് കയറുന്ന പ്ലേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ അയലയാണ്, അയല, ഏട്ട, അതുപോലെ തന്നെ കൂന്തൾ, പിന്നെ നമ്മുടെ പാര, ഇങ്ങനെയുള്ള ഒരുപാട് മീനുകൾ നമുക്ക് ഇതിന് ബൈറ്റായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിലവിൽ നമ്മൾ അയലയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വലുപ്പമുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇതിപ്പോൾ വലുപ്പം കുറവുള്ളതായതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ ഹുക്ക് ഇത് കണ്ടോ, 4, 5, 6 ഈ സൈസിലുള്ളതാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് നമുക്ക് 4 ഇതൊന്നും ഏറൂല. ഹമൂറിൻ്റെ വായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രങ്ങാനും ഉണ്ടാവും, അതൊക്കെ കയറി ചെല്ലാറുന്നില്ല. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഇത് തലക്കാണ് കേട്ടോ. തലക്ക് ഇവിടെ ഉറപ്പുണ്ടാവും, ഒറ്റയടിക്കൊന്നും സാധനം മിസ്സാവില്ല. അതായത് നമുക്ക് 2 3 ഒക്കെ ആയിട്ട് കോർത്തിട്ട് കോമ്പലാക്കിയാണ്ട് ചാകര അറിഞ്ഞാണ്ട് വന്നോളൂ അവർ. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ കിടപ്പ് വശം കേട്ടോ. അപ്പോൾ അതിൽ അതുപോലെ തന്നെ നമ്മൾ ഈയം ചെറുതായിട്ട് കൊടുക്കണം എന്നില്ല. സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് അടിയുള്ളതുകൊണ്ട്, അതായത് തിരയുടെ ഇടയിൽ കറക്റ്റായിട്ട് ഇത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കല്ല് വെട്ടി കൊടുക്കുകയാണ് ചെയ്യുക. നല്ല തിരയുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ കല്ലിൻ്റെ വെയിറ്റ് കൂടുന്നു മാത്രം. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ അതിൽ നമ്മളിത് കണ്ടോ, ഒരു 30, 40 ഈ സൈസിലുള്ളൊരു ഗഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല മീൻ കടിച്ചൊക്കെ ആണെങ്കിൽ ഈ കല്ലെവിടെയെങ്കിലും ലോക്കായൊക്കെയാണെങ്കിലൊക്കെ നമ്മൾ വലിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടിപ്പോകും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പിടിച്ച് നമ്മൾ എറിയുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് സംഭവം കല്ല് വേറെയും മീൻ വേറെയും പോവും, കല്ല് പൊട്ടി പോകാനും ചാൻസ് ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പിടിച്ചാണ്ട് അധികം ദൂരത്തേക്കൊന്നും അറിയാണ്ട് കേട്ടോ. നമ്മളെ കുറച്ച് ഒരു 1 മീറ്റർ 1.5 മീറ്റർ ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഹമൂറുണ്ടാവും ഈ കല്ലിൻ്റെ ഇടയിൽ കേട്ടോ. അതുപോലെ നമുക്ക് നോക്കാം. ഏകദേശം ഒരു രൂപമാണിത്. അതായത് എല്ലാവർക്കും അവരുടേതായ ശൈലികളും മറ്റുള്ള രൂപ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ബൈറ്റൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ചങ്കാണ് കേട്ടോ. എയർ ഫിഷിംഗ് ട്രിക്സ് എന്ന് പറഞ്ഞാണ്ട് ഒരു ചാനലുണ്ട്. അപ്പോൾ നമ്മുടെ ചങ്ങായിയാണ്, അർഷാദാണ് കേട്ടോ. പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ ബാക്കി നമുക്ക് ആർക്ക് മീൻ കിട്ടിയൊക്കെയാണെങ്കിലും നമ്മുടെ വീഡിയോ ആണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ആർക്കെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചൂണ്ടൊക്കെ ഭാഗ്യം പോലെയാണ്. ആയിരക്കണക്കിന് ചൂണ്ടയിൽ നിന്ന് ആർക്കാണ് അടിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ആരാണ് ആ ഭാഗ്യവാൻ നമുക്കൊന്ന് കാത്തിട്ട് നോക്കാമല്ലേ. എത്ര 120? 80 അല്ലല്ലോ, 80 അല്ല, 100 ഭാഗ്യം ഉണ്ടെങ്കിൽ അത് മതി. 25 കിലോ ഉണ്ട്. അല്ലാതെ നമ്മളെ വേറൊരു സുഹൃത്തിനെ അടിച്ചതുണ്ടോ, ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കേട്ടോ. ഇത് എത്ര കിലോ ഉണ്ടാവും? 6-7 ഇടയിൽ വരുന്നതാണ്. നമ്മുടെ അയിലൊക്കെയാണ് കേട്ടോ അടിച്ച്. എന്നാലും നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടുന്ന് വേറെ കുറച്ച് മീനുകളൊക്കെ കയറിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാല്ലേ. ഒരു മീൻ ഇവിടെ കടിച്ചുകൊണ്ട് കല്ലിൻ്റെ ഇടയിൽ പോയിണ്. അവിടെ റസാക്ക് പോയി അതിനെ എങ്ങനെയെങ്കിലൊക്കെ എടുക്കാൻ പറ്റുമെന്ന് ഇവിടുന്ന് നോക്കുന്നുണ്ട്.
പിന്നെ ഇവിടെ നമുക്ക് കൂട്ടിനായിട്ട് ഒരുപാട് പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എത്ര സ്മൂത്ത് ആയിട്ടാണ് ആള് റാഞ്ചി എടുത്തത് നോക്കിയേ. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. നമ്മുടെ മൊറയിലാണ് കേട്ടോ, കഴിക്കാൻ പറ്റണവർക്ക് കഴിക്കാം, അധികം ആളുകൾ ഇത് ഒഴിവാക്കുക ചെയ്യും. ഇതിൻ്റെ പല്ല് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ബ്ലാങ്കിൻ്റെ ഒക്കെ പോലെയാണ്, 2-3 ലെയറായിട്ട് അടിക്കും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. കടി പിടിക്കാന്നുണ്ടെങ്കിൽ പൊളിച്ചെടുക്കും. ഏതായാലും ഇത് ചൂണ്ടൊക്കെ കിട്ടിയതാണ്, നല്ല അത് വെള്ളത്തിലോട്ട് ഇടുന്നത്. ആണ്ട് വിട്ടോളി. ഏതായാലും ഒരു കാര്യത്ത് പെട്ടോട്ടെ. ചെറുതാണ്. ഈ കുളത്തുണ്ടെങ്കിൽ സംഗതി സെറ്റാണ്, കുളത്തേക്കാണെങ്കിൽ മിസ്സാവൂല. വല്ലാത്ത ആദ്യ സാധനം കേട്ടോ. അതിൻ്റെ പല വേർഷനും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതുണ്ടോ ഇതൊക്കെ ഒരു കല്ലുമ്മല് 2 ഇതാണ്, ഈ കല്ലുമ്മല് 3 ആളുണ്ട്. അപ്പുറത്തൊക്കെ തന്നെയാണ് അവസ്ഥ. പിന്നെ കൈമാരെ നല്ല മഴയാണ് കേട്ടോ, ഇടക്കും നിലക്കുമായിട്ട് മഴ പെയ്യും തോറും. ഇതുണ്ടോ നമ്മുടെ ഇതിൻ്റെ കോട്ടിൻ്റെ പരസ്യം മാതിരിയാണ്, ചുവപ്പ് പച്ച കറുപ്പ് എന്ന് പറഞ്ഞാണ്ട് എല്ലാ കളറും ഉണ്ട്. പിന്നെ വേറൊരു ഹാർബറിലും കിട്ടാത്തൊരു അവസരമുണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് ലൈവായിട്ട് തന്നെ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കാക്കേണ്ടതാണ്. അവിടെയൊക്കെ ഇതൊക്കെ ഇവിടെ കച്ചവടക്കാരൻ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. ഇതൊക്കെ ചൂണ്ടക്കാർക്ക് വേണ്ടിയിട്ട് ഇതേപോലത്തെ സൗകര്യം മറ്റാരും ചെയ്തു തരില്ലായിരുന്നില്ലേ. കാക്കുന്ന യാത്രത്ത് അതിൻ്റെ ഉള്ളിൽ കൂട്ട് ഇപ്പം അതൊക്കെ പഞ്ചസാരൊക്കെ അതാ ലൈവാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര ആത്മാർത്ഥത ഉള്ളൊരു ചൂണ്ടക്കാരനെ വേറെ എവിടെയും നമുക്ക് കിട്ടില്ല. ഇതാണ് ചായ ഉണ്ടാക്കി കൊടുക്കലും നടക്കും, അതിൻ്റെ കൂടെ തന്നെ മീൻ പിടുത്തവും നടക്കും. അവിടെ ചൂണ്ടിട്ട് വെച്ചിട്ടല്ലേ ആക്കിയത്. മെല്ലെ മെല്ലെ വെള്ളം പിടിച്ചോ. അപ്പോൾ ചങ്ങായിമാരാ, നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ കളറ് കണ്ടോ, നോക്കി ആകാശം മൊത്തം മാറിയിട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, മൊത്തത്തിൽ ആകാശമൊക്കെ മാറിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ഡേ തന്നെ ആയിരുന്നു. നമുക്ക് കാര്യമായിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്ബൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഉടനെ തന്നെ നല്ലൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് കൊടുക്കണം. ബൈ.